ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ അതാ ഞാൻ ഇന്ന് നേരത്തെ കടയിലേക്ക് പോകണം വിചാരിച്ച് ഒരു 6:30 ആകുമ്പോൾ തന്നെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ ചായയും പുഴുങ്ങിയ പഴമാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ അതാ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ചെടി വാങ്ങാൻ പോയത്. അപ്പോൾ ഇതാണ് ചെടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എനിക്ക് ചാവുമ്പോത്തിന് ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ പോകുമ്പോൾ പകുതിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചുരിദാറുണ്ട്, അത് രണ്ടും എനിക്കിന്ന് കൊടുക്കണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബ്ലൗസ് കംപ്ലീറ്റായി, കസ്റ്റമർ വന്ന് കൊണ്ടുപോയി. പിന്നെ അതാ ഞാൻ ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുരിദാർ സിമ്പിളാണ്, വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഷാളുണ്ട്, ഷാളുമേ ലേസ് വെക്കാനിട്ട് കേട്ടോ, അതാണുള്ളത്. അപ്പോൾ ഇതാണ് പേരറിയാത്ത ചെടി. അപ്പോൾ ഈ ചെടീൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഒരു നല്ലൊരു ബലമൊക്കെ ഉള്ളൊരു ചെടിയാണ്. തണ്ടൊക്കെ നല്ല അത്യാവശ്യം ബലമുണ്ട്. പിന്നെ അതിൻ്റെ പൂവ് കണ്ടില്ല, നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാൻ. വീഡിയോയിൽ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ, പിങ്കും ഡാർക്ക് റോസും കൂടി കൂടിയിട്ടുള്ള കളറ്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ നല്ല ബീട്രൂട്ടിൻ്റെ കളറ് ഇലയാണ് വരുന്നത്. വെയിലുണ്ടെങ്കിൽ നല്ല തിളക്കണ്ട, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതെന്താ അടാലിയ ഗിടാലിയ എന്തോ ആണ്. അപ്പോൾ അതിന്മേൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇതേ കണ്ട ഒരു മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിരിയും വിചാരിക്കണം. അപ്പോൾ ഇതാ സമയം നേരം നട്ടുച്ചയ്ക്കണം കേട്ടോ. ഏകദേശം ഇത് 1:30 ആയി, സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്യാൻ എന്താ വെച്ചാൽ ഞാൻ ബ്ലൗസാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ബ്ലൗസ് ഉണ്ട്. 5 ബ്ലൗസും ഒരാൾക്കുള്ള തന്നെയാണ്. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. കാരണം ഒന്നിൻ്റെ അളവ് എടുത്താൽ മതി, എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക, ആ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ 1 2 3 4 5 അങ്ങനെ 5 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബാക്ക് പോർഷനാണ്, ഇത് സ്ലീവാണ്. ഇത് എന്താ 1 2 3 4 5 അങ്ങനെ 5എണ്ണം. അപ്പോൾ ഇതാ പിന്നെ ഇത് ഫ്രണ്ട് പോർഷനാണ്. 2എണ്ണം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 3എണ്ണം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഇത് എന്താ പറയുക, 5 ഒരാൾക്കുള്ളതായതുകൊണ്ട് പിന്നെ പണി എളുപ്പമായി. പക്ഷെ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം. കൊടുക്കുമ്പോൾ 5 ഒരേ ഒപ്പം തന്നെ കൊടുക്കും വേണ്ട, അതാണുള്ള ടാസ്ക്. അപ്പോൾ ഞാൻ ഷടപട വെച്ചിട്ട് പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഓരോന്നിങ്ങനെ ഫ്രണ്ടും ബാക്കും സ്ലീവും പിന്നെ കട്ടിങ് എല്ലാം കൂടി ഓരോന്ന് കെട്ടാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനിത് എളുപ്പമാണ്. അപ്പോൾ കട്ട് ചെയ്തത് ഞാൻ ഒരുമിച്ചല്ലേ. അപ്പോൾ അതാ ഇങ്ങനെ ഇതാ ഒന്നെടുക്കും, അതിൻ്റെ ഫ്രണ്ട് പോർഷന് പിന്നെ ബാക്ക് പോർഷന് അങ്ങനെ ഓരോന്ന് സെറ്റാക്കിയിട്ട് കെട്ടി വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അത് ഒരാൾക്കുള്ള ബ്ലൗസ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ്. കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യും. അതാ പിന്നെ ഇതൊക്കെ അതിൻ്റെ വേസ്റ്റുകളാണ്, അതൊക്കെ നമുക്ക് ആവശ്യം വരും ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടാക്കി. അപ്പോൾ ഇത്രയാണ് പരിപാടി. ഇതൊക്കെ നമ്മളുടെ ഓരോ ടൈലറിങ്ങിലുള്ള ചെറിയ ട്രിക്കുകളാണ് കണ്ടോ. അപ്പം അതിൻ്റെ എന്താ പറയുക, വെട്ട് പീസ് ഒന്നും പോവില്ല, നമുക്ക് ആവശ്യമുള്ളത് അപ്പം തന്നെ കിട്ടുകയും ചെയ്യും. അതിനുള്ള എളുപ്പമാണ് കണ്ടോ. അങ്ങനെ നമ്മൾ 5 ബ്ലൗസും കഴിഞ്ഞിട്ടോ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊരു 2:30 ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടോ. അസ്മിക്കുട്ടനെ കാണിച്ചു തരാം. അതേ കണ്ട ആളിന് ഞാൻ വന്നത് കണ്ടിട്ടില്ല. പിന്നെ ആളൊന്നും ഞാൻ കടയിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ. ഞാൻ ഒരുപാട് വിളിച്ച് ആൾ മെയിൻ്റെ ചെയ്യണേയില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പക്ഷേ വലിയ മെയിൻ്റെ ഒന്നും ഇതേ കണ്ട മുഖം കണ്ടാൽ തന്നെ അറിയാം ആൾ എന്നോട് തെറ്റിയിരിക്കുകയാണ് എന്നുള്ളത്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇതാ നമ്മളുടെ ബ്ലൗസുകൾ ഇങ്ങനെ ഓരോന്ന് തയ്ച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ യൂണിഫോം വർക്ക് വരലെടുത്തിട്ടുണ്ട് കേട്ടോ. യൂണിഫോം സ്കൂൾ പൂട്ടിയ സമയത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ കല്യാണ വർക്കാണ്, അതുകൊണ്ട് ഒരൊറ്റ ഒന്നും കൊണ്ടുവരുത് എന്ന് പറഞ്ഞാൽ, കാരണം എല്ലാം കൂടി വെക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ. പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ, തയ്ക്കണില്ല എന്തായാലും. അപ്പോൾ കല്യാണപ്പണി കഴിഞ്ഞാലും യൂണിഫോം അടിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും എൻ്റെ കല്യാണ വർക്ക് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഓരോരുത്തർ കൊണ്ടുവരലെടുത്ത്. ഇത് MES അല്ല, ഇത് നമ്മുടെ മൂടാരി മർക്കസ് സ്കൂളത്തെ അവിടുത്താണ്. പിന്നെ അത് നാറമ്പ്, പിന്നെ ഇത് ശ്രീ ദുർഗയാണ്, എന്തൊക്കെയോ സ്കൂളത്തെയാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നല്ല മഴക്കാറുണ്ട്. ഏകദേശം സന്ധ്യ ആവാറായി തുടങ്ങിയിട്ടാ. സമയം അതാ 6:30 ആവാറായി. അപ്പം ഞാൻ ഇന്നേക്ക് നേരത്തെ പോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ വീട്ടിലെ ഉമ്മ ഇല്ല. അപ്പോൾ എനിക്ക് ചെന്നിട്ട് കുറച്ച് പണികളുണ്ട്, ചോറൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതിനതാ അപ്പം അതിൻ്റെ ഇടയിൽ നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇടി വലിയ ഇല്ല, പക്ഷേ ഒരു മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു
തയ്ച്ചുകൊണ്ടിരിക്കുന്നതൊന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ യൂണിഫോം വർക്കുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടങ്ങണം. ഇല്ലാതെ എല്ലാം കൂടി പെൻഡിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ആവും ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ അർഷു നല്ല കോമാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപാട് എന്താ പറയുക, കുളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെയാണ് ഞാൻ വിചാരിച്ചത് അർഷു പണി സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നു കേട്ടോ നല്ല കോമാങ്ങ. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ വിചാരിച്ചു ഞാൻ ജാം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ വല്ലാണ്ട് കുക്കിങ് താല്പര്യമില്ലാത്ത ആളാണ്, എന്നാലും ഞാനൊരു ജാം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ്. പക്ഷേ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ നമ്മളിത് അടിക്കുന്ന സമയത്ത് വെള്ളം കൂട്ടാൻ പാടില്ല. ഞാൻ അറിയാതെ വെള്ളം കൂട്ടി. അങ്ങനെ നല്ലൊരു പാനിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല മഷി പോലെ പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് ഇളക്കണതിൻ്റെ ഇടയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുമ്മക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് കുരൊക്കെ കളഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാണ്ട്. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 4 മാങ്ങ എടുത്തത് കേട്ടോ. 4 മാങ്ങക്ക് ഒരു നാരങ്ങ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. പക്ഷേ കൈമക്ക് നന്നായിട്ട് പൊട്ടി തെറിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ജാമൊന്നും ആയില്ല കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതിൽ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താ കിട്ടിയില്ല. ഇനി എനിക്ക് കുക്കിംഗ് അറിയാത്തതുകൊണ്ടാണ് എന്തെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ചെയ്തത് ശരിയായില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ.